ആമ്പല്ലൂരിൽ തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് തകർന്ന് യാത്ര ദുരിതമേറി. ശക്തമായ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്ക് ദുരിതമായി. ഇത് ആമ്പല്ലൂരിൽ പുതുതായി നിർമ്മിച്ച റോഡിന്റെ അവസ്ഥയാണ്. കുറച്ച് ദിവസങ്ങളായി അധികാരികൾ ഇത് കാണാത്ത ഭാവം നടിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ബോട്ട് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. ആമ്പല്ലൂർ കുളം ഡെസ്റ്റിനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആമ്പല്ലൂരിലെ സ്ഥാപന ഉടമയായ സന്തോഷ് EG സൃഷ്ടിച്ചെടുത്ത ഈ AI വീഡിയോ ഒരു പ്രതിഷേധ ചിത്രീകരണമാണ്. യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന അധികൃതർ കണ്ണു തുറക്കാൻ വേണ്ടിയുള്ള ഒരു ദൃശ്യാവിഷ്കാരം. ആമ്പല്ലൂർ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിന്റെ നേർചിത്രമാണിത്. കുഴികൾ നിറഞ്ഞ സർവീസ് റോഡിൽ വലിയ ഗർത്തങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. മഴ പെയ്യുന്നതോടെ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ റോഡിന്റെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയാൻ കഴിയാതെ വാഹനങ്ങൾ കുഴിയിലകപ്പെടുന്നതും പതിവായി. ഇതുമൂലം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും യാത്രക്കാരുടെ സുരക്ഷ അപകടത്തിലാവുകയും ചെയ്യുന്നു. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായതോടെ ദേശീയപാത നിർമ്മാണ കമ്പനി കാര്യമായ പ്രവർത്തികൾ നടത്തുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. റോഡിന്റെ അവസ്ഥ ദിനംപ്രതി കൂടുതൽ മോശമാകുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. വർഷക്കാലം തുടങ്ങിയ അന്ന് തൊട്ട് തന്നെ ഉണ്ടായ കുഴികളാണ്. ഇത്രയും കാലമായിട്ടും അധികാരികൾക്ക് ഇത് ശാശ്വതമായിട്ട് ഒരു പരിഹാരമാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും മണ്ണുകൊണ്ട് ഇരുന്നൊക്കെ ചെറിയ ചെറിയ ഒട്ടിപ്പ് പരിപാടികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ അറിവിലേക്കും ഇത് സോഷ്യൽ മീഡിയയിലായിട്ടും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. ഇത് അധികാരികളെ കണ്ണു തുറപ്പിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. രാത്രികാലങ്ങളിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാണ്. ആവശ്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ മതിയായ വെളിച്ചമോ ഇല്ലാത്തതിനാൽ അപകട സാധ്യത ഇരട്ടിയാകുന്നു. കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡരികിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും പ്രതിസന്ധിയാണ്. അടിയന്തരമായി സർവീസ് റോഡ് അറ്റകുറ്റപ്പണി നടത്തി കുഴികൾ നികത്തി ഗതാഗതം സുരക്ഷിതമാക്കണമെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. ദേശീയപാത ആമ്പല്ലൂരിൽ തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൻ്റെ പരിതാപകരമായ ഒരു അവസ്ഥയാണിത്. 2 അടിയോളം താഴ്ചയുള്ള വലിയ ഗർത്തങ്ങളാണ് സർവീസ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ഇത്തരം കുഴിയുടെ ആഴമറിയാതെ വീഴുന്ന ഇരുചക്ര വാഹനങ്ങളും ഓട്ടോ അടക്കമുള്ള വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഒപ്പം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വലിയ രീതിയിൽ ചെളിവെള്ളം തെറിക്കുന്നതും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഏതായാലും ദേശീയപാത അധികൃതർ അടിയന്തരമായി ഈ സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രായോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡ്രോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.